അപ്പോൾ ഏറ്റവും വില കുറവുള്ളത് നമുക്ക് BSNL ആണെന്ന് തോന്നും. കാരണം ഇത്ര വില കുറവ് നമ്മൾ വേറെ ഒന്നിനും കണ്ടില്ല. അപ്പോൾ ഞാനിപ്പോഴും കുറേ നാളുകളെ ഏകദേശം 2 കൊല്ലത്തോളമായി ഞാൻ കേരള വിഷനാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് TV ചാനൽസ്, പിന്നെ ഇതിലൊക്കെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അങ്ങനത്തെ അടിപൊളി പ്ലാനുകളാണ് നമ്മുടെ ജിയോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കുക. അതായത് നിങ്ങൾക്ക് പോസ്റ്റ് പെയ്ഡ് വേണമെങ്കിൽ പോസ്റ്റ് പെയ്ഡ് എടുക്കുക, പ്രീപെയ്ഡ് ആണെങ്കിൽ പ്രീപെയ്ഡ് എടുക്കുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത്, അതായത് ബെസ്റ്റ് ബ്രോഡ്ബാൻഡ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് വീഡിയോ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ ഈ ബ്രോഡ്ബാൻഡുകളുടെ പലതരം പ്രൈസുകൾ കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം നമ്മളിപ്പോൾ 2024 സെയിം വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ബെസ്റ്റ് ബ്രോഡ്ബാൻഡ് ഇൻ കേരള ഇൻ 2024. അപ്പോൾ ഇപ്പോൾ കുറേ പ്രൈസുകളൊക്കെ സംഭവങ്ങളൊക്കെ വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ജസ്റ്റ് കുറച്ച് ടോപ്പായിട്ടുള്ള ബ്രോഡ്ബാൻഡിൻ്റെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് അവരുടെ പ്രൈസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഏറ്റവും കുറവ് വിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്നത്, അതുപോലെ തന്നെ GB കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഏതാണ് നമ്മളിന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് വെറുതെ കമ്പയർ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതിൽ കുറേ ബ്രോഡ്ബാൻഡുകൾ നിങ്ങളുടെ ഏരിയയിൽ കിട്ടുന്നുണ്ടാവും, അതേപോലെ തന്നെ കിട്ടാത്തതുണ്ടാവും. അപ്പോൾ എല്ലാ ബ്രോഡ്ബാൻഡും എല്ലാ സ്ഥലത്തും കിട്ടാറില്ല മിക്കപ്പോഴും. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ കിട്ടുന്നത് നോക്കിയിട്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ റിവ്യൂകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോഡ്ബാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് പ്രൈസസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ആ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ ഇവിടെ. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 5 ബ്രോഡ്ബാൻഡുകളാണ് കാണിക്കാൻ പോകുന്നത്. അതായത് കേരള വിഷൻ, അതേപോലെ തന്നെ ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ BSNL, ഭാരത് ഫൈബർ, പിന്നെ അതുപോലെ തന്നെ ജിയോയുടെ, പിന്നെ അതുപോലെ തന്നെ എയർടെൽ. അപ്പോൾ ഇത്ര ബ്രോഡ്ബാൻഡ്സാണ് നമ്മളതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായില്ല പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏഷ്യാനെറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രോഡ്ബാൻഡ് പ്ലാൻസിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് നോക്കാം. അപ്പോൾ കേരള വിഷനാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന പ്ലാൻസാണ് മിക്കതിലും. അതായത് വേറെ കുറേ എക്സ്ട്രാ പ്ലാനുകൾ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഓഫറുകൾ പോലെ വരും. അതിപ്പോൾ കേരള വിഷനിലായാലും ഏഷ്യാനെറ്റിലായാലും മിക്കയിലും പുതിയ പുതിയ പ്ലാനുകൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിലത്തെ നോർമലായിട്ടുള്ള പ്ലാൻസ് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ 50 MB/s പ്ലാന് 419 ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ 2000 GB ഡാറ്റ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു മാസത്തെ പ്ലാനുകളാണ് പെർ മന്ത്. GST ഇതിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് കുറച്ചും കൂടിയും കൂടും, കാരണം GST ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അതിലൂടെ GST അപ്ലിക്കബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് 430 രൂപയ്ക്ക് 3500 GB ഡാറ്റ, അതേപോലെ തന്നെ വോയിസ്, അതേപോലെ തന്നെ ഫുൾ അൺലിമിറ്റഡ് പ്ലാൻ 35 MB/s സ്പീഡ് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്ലാനുകൾ. പിന്നെ ഒക്കെ അതിലും കൂടിയതാണ്. ഏറ്റവും കൂടുതലുള്ളത് 30,000 രൂപയുടെ പ്ലാൻ വരെ നമുക്ക് നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിലുണ്ട്. അതായത് 500 MB/s, 8000 GB പെർ മന്ത്, അങ്ങനെയുള്ള പ്ലാനാണ്. ഏകദേശം 29,988. അപ്പോൾ അങ്ങനത്തെ വരെ പ്ലാനുകൾ നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് നോക്കാം സ്റ്റാർട്ടിങ് എത്ര പ്ലാനിന്ന്. അത് ഏഷ്യാനെറ്റ് എപ്പോഴും ഈ 3 പ്ലാനുകളാണ് ഫസ്റ്റ് വരുന്നത്. അതായത് 500 രൂപ തന്നെയാണ്, ഏകദേശം 500 റേഞ്ച് തന്നെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിലിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് 399 രൂപയാണ്. 399 രൂപയ്ക്ക് നമുക്ക് 40 MB+ പ്ലാൻ, അതായത് 3000 GB ഡാറ്റയാണ്. അതായത് 3000 GB നമുക്ക് ഡാറ്റ കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് സ്പീഡ് 2 MB/s, അങ്ങനെ സ്പീഡ് കുറയുന്ന പോലെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ GSTനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ GST ആഡ് ആവുമോ നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ മന്ത്ലി എഫക്റ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 500 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ 100 MB/s പ്ലാനാണ്. അപ്പോൾ ഇത് ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നുന്നുണ്ട്. കാരണം 500 രൂപയ്ക്ക് 100 MB/s പ്ലാനൊക്കെ കിട്ടാൻ അടിപൊളി സംഭവമാണ്. പക്ഷേ ഡാറ്റ 3000 GB ഉള്ളൂ. കാരണം 100 MB/s പ്ലാൻ ആകുമ്പോൾ 3000 GB ഒക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ ഡാറ്റ അൺലിമിറ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പിന്നെയുള്ള 4000 GB പ്ലാനാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 675 അപ്പോൾ അതിൽ 200 MB/s കിട്ടും. അതിലും നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ ഇല്ല, 4000 GB പെർ മന്താണ്. അപ്പോൾ ഇങ്ങനെ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡാറ്റ ഒക്കെ പെട്ടെന്ന് തീരും. അതായത് ഇപ്പോൾ 100 MB 200 MB/s ഒക്കെ ആണെങ്കിൽ 4000 GB ഒക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ ഇവിടെ പിന്നെയുള്ള പ്ലാൻ 4000 GB തന്നെയാണ്. പിന്നെ 150 MB/s മന്ത്ലി 750 രൂപയാണ്. അപ്പോൾ ഇവിടെ പ്ലാൻ ആക്ടിവേഷൻ ചാർജ് 500. അതേപോലെ തന്നെ ഇവിടെ 5G മോഡം 500 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് 3 മാസത്തേക്ക് എടുക്കണം 1500. 3 മാസത്തിൻ്റെ പ്ലാനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ മുകളിൽ പ്ലാൻസ് കാണാം, ബ്രോഡ്ബാൻഡ് പ്ലാൻസ് കാണാം. അതിൽ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് പ്ലാൻസ് ഉണ്ട്, ഫൈബർ ബ്രോഡ്ബാൻഡ് ഉണ്ട്. ഫൈബറാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കാണാം. അപ്പോൾ ഏറ്റവും അടിയിൽ ഇതേപോലെ പ്ലാനുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏഴാമത്തെ അടുത്ത പ്ലാനുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 150-ൻ്റെയാണ് നോക്കിയത് നേരത്തെ. പിന്നെ 200-ൻ്റെ അതിൽ 5000 GB ആണുള്ളത്. അപ്പോൾ പിന്നെ 999 പെർ മന്താണ് വരുന്നത് പ്രൈസ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ്. ഏകദേശം ഒരു 500 ഇതിൽ സ്റ്റാർട്ടിങ് കാണുന്നത്. അതുപോലെ നമ്മുടെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ BSNL ആണ്. BSNL ഫൈബറിൻ്റെ പേരാണ് ഭാരത് ഫൈബർ. അപ്പോൾ ഇവിടെ മുകളിലൊരു അടിപൊളി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത്
1000 രൂപയ്ക്ക് നിൽക്കുന്ന സംഭവങ്ങൾ ഈ ഒരു OTT സംഭവങ്ങളൊക്കെ ഉള്ള പോലത്തെ പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്ലാനുകളായിരിക്കും. അപ്പോൾ ഇതിവിടെ നോർമലായിട്ടുള്ള 1 മന്തിൻ്റെ പ്ലാനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 249 പെർ മന്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വില കുറവുള്ളത് നമുക്ക് BSNL ആണെന്ന് തോന്നും. കാരണം ഇത്ര വില കുറവ് നമ്മൾ വേറെ ഒന്നിനും കണ്ടില്ല. 249 പെർ മന്ത്. അപ്പോൾ ഇതിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 MB/s ആണ്. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്പീഡുണ്ട്. ഭയങ്കര സ്പീഡൊന്നും പറയാനില്ല. 10 GB വരെ ഉള്ളൂ. പക്ഷേ ഡാറ്റ 10 GB കഴിഞ്ഞാൽ പിന്നെ 2 MB/s ആവും. അപ്പോൾ പ്രൈസ് കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ സൈസും കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 10 GB ഉള്ളൂ. 10 GB ഒക്കെ നമുക്ക് പെട്ടെന്ന് തീരും 25 MB/s ആകുമ്പോൾ. പിന്നെ ഉള്ളത് അത് പുതിയ കസ്റ്റമേഴ്സിന് മാത്രമുള്ള സംഭവമാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് കിട്ടില്ല. പിന്നെ അടുത്ത 299 രൂപയുടെ പെർ മന്താണ്. അപ്പോൾ അതിലും 25 MB/s ആണ് പ്ലാൻ സ്പീഡ്. പിന്നെ അതേപോലെ തന്നെ 20 GB വരെ നമുക്ക് ഈ ഒരു സ്പീഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വില കുറയുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഡാറ്റ കുറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ 20 GB കഴിഞ്ഞാൽ നമുക്ക് 2 MB/s പ്ലാനൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഉള്ള 329 ഫൈബർ എൻട്രി എന്ന് പറഞ്ഞിട്ട് ബാക്കാണ്. അപ്പോൾ ഇതിവിടെ ടിൽ 4 ഓഗസ്റ്റ് എന്നുണ്ട്. ചിലപ്പോൾ അത് കഴിയുമ്പോൾ ഈ ഒരു ബാക്ക് കാണാണ്ടാവും. അപ്പോൾ ഇതിൽ 25 MB/s കിട്ടും. 1000 GB കിട്ടും. ഇതൊരു അടിപൊളി പ്ലാനാണ്. കാരണം 1000 GB നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും മന്തിൽ 329 രൂപയ്ക്ക് അടിപൊളി പ്ലാനാണ്. ഇല്ലെങ്കിൽ നമുക്ക് 1000 GB ഒക്കെ 25 MB/s ആണെങ്കിൽ പെട്ടെന്ന് തീരും. പിന്നെ ഉള്ളത് 399 അപ്പോൾ അതിൽ 1400 GB കിട്ടും. 30 MB/s പ്ലാനാണ്. 1400 GB കഴിഞ്ഞാൽ 4 MB/s പ്ലാനിലേക്ക് മാറും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭാരത് ഫൈബർ, അതായത് നമ്മുടെ BSNL. അപ്പോൾ ഇനിയുള്ള ജിയോടെയാണ്. ജിയോടി നമുക്ക് അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടും. നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതോടെ ഏറ്റവും അടിയിൽ പോയ പ്ലാനുകൾ കാണാം. 599 രൂപയ്ക്ക് കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽസ് എടുത്ത് കാണിച്ചു തരാം. 599 രൂപയ്ക്ക് നമുക്ക് 30 MB/s പ്ലാൻ കിട്ടും. അതായത് അൺലിമിറ്റഡ് ഡാറ്റയാണ്. പിന്നെ അതുപോലെ വോയിസ് ഫ്രീ ആണ്. പിന്നെ 800+ TV ചാനൽസ്. പിന്നെ ഇതിലൊക്കെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അങ്ങനത്തെ അടിപൊളി പ്ലാനുകളാണ് നമ്മുടെ ജിയോ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം കുറേ OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. 2 3 4 5 6 7 8 9 10 11 12 14 പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഇവിടെ 30 MB/s പ്ലസ് 14 OTT ആപ്സ് കൊടുത്തിട്ടുണ്ട്. 599+ GST ആണ്. അപ്പോൾ നിങ്ങൾ OTT ഒക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്ലാൻ അടിപൊളിയാണ്. കാരണം 600+ GSTക്ക് നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ കിട്ടും. അതേപോലെ തന്നെ വോയിസ് കിട്ടും, TV ചാനൽസ് കിട്ടും, അതേപോലെ തന്നെ ഈ OTTയുടെ സബ്സ്ക്രിപ്ഷനും കിട്ടും. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 899+ GST ആണെങ്കിൽ നിങ്ങൾക്ക് 100 MB/s പ്ലാൻ കിട്ടും, 14 OTT കിട്ടും, പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ. ഇത് ഒരു പോപ്പുലർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് 1000+ GST ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഡീറ്റെയിൽസ് എടുത്ത് കാണിച്ചതാണ്. 150 MB/s പ്ലാനാണ്. പക്ഷേ ജിയോ കുറേ സ്ഥലത്തൊന്നും അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഉണ്ടോയെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ ജിയോ ഉണ്ടെങ്കിൽ അടിപൊളി ജിയോ ആണെന്ന് തോന്നുന്നു. കാരണം ജിയോ അധികം സ്പീഡും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ OTT പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നുണ്ട്, TV ചാനൽസ് കൊടുക്കുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും കൊടുക്കുന്നുണ്ട്, അൺലിമിറ്റഡ് ഡാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമായിട്ട് തോന്നി. ഇപ്പോൾ നമുക്ക് പ്ലാനുകൾ 2 ടൈപ്പായിട്ട് നമുക്ക്, അതായത് പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്ലാനുകൾ ജിയോയിൽ നമ്മൾ നോക്കിയത് പോസ്റ്റ് പെയ്ഡാണ്. അപ്പോൾ പ്രീപെയ്ഡ് പ്ലാനുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ 999 പിന്നെ 699+ GST, 1499+ GST ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 30 ഡേയ്സിൻ്റെ പ്ലാനാണ്. അപ്പോൾ ഇതിൽ 150 MB/s പ്ലാൻ കിട്ടും, അതായത് സ്പീഡ് കിട്ടും. പിന്നെ 800+ ചാനൽസ്, പിന്നെ നമ്മുടെ OTT പ്ലാറ്റ്ഫോംസൊക്കെ കിട്ടും. അപ്പോൾ ഇത് പോപ്പുലർ പ്ലാൻ. അതപ്പോൾ തന്നെ ഇത് വാല്യൂ പാക്കാണ്. 700 രൂപയ്ക്ക് 100 MB/s കിട്ടും. അപ്പോൾ ഇത് 1500+ GST കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 300 MB/s ആണ് സ്പീഡ് കിട്ടുന്ന അൺലിമിറ്റഡ് ഡാറ്റയാണ്. അപ്പോൾ ഇതിലൊക്കെ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കുക. അതായത് നിങ്ങൾക്ക് പോസ്റ്റ് പെയ്ഡ് വേണമെങ്കിൽ പോസ്റ്റ് പെയ്ഡ് എടുക്കുക, പ്രീപെയ്ഡ് ആണെങ്കിൽ പ്രീപെയ്ഡ് എടുക്കുക. അപ്പോൾ അങ്ങനെ രണ്ടും കൃത്യമായിട്ട് നോക്കിയിട്ട് എടുക്കുക എല്ലാത്തിലും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബ്രോഡ്ബാൻഡ് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ എയർടെല്ലാണ്. എയർടെല്ലിൻ്റെ H3 എന്ന് പറഞ്ഞ ഫൈബറാണ്. അപ്പോൾ ഇതിലിവിടെ സ്റ്റാർട്ടിങ് 499 അപ് ടു 40 MB/s. അപ്പോൾ അതിൽ 6 months 12 months പ്ലാനുകളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്കിത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ 20 OTT, നമ്മുടെ ജിയോലത്തെ പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. 350+ TV ചാനൽസ്, HD ഇൻക്ലൂഡഡ്. പിന്നെ അതുപോലെ 799 100 MB/s ആണ് സ്പീഡ്. പിന്നെ നമ്മുടെ എയർടെല്ലിൽ തന്നെ വിങ്കിൻ്റെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 899 തൊട്ടൊക്കെ പ്ലാനുകൾ മിക്കയില്ല എല്ലാത്തിലും. മറ്റേ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ വിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും ബ്രോഡ്ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യണോ ഇതിൻ്റെ റിവ്യൂ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡ് കേരളവിഷനാണ്. അപ്പോൾ കേരളവിഷൻ്റെ കുറേ റിവ്യൂ വീഡിയോകൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കേരളവിഷൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോഴും കുറേ നാളുകളെ ഇപ്പോൾ ഏകദേശം 2 കൊല്ലത്തോളമായി ഞാൻ കേരളവിഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ, അതായത് 2 കൊല്ലം ഉപയോഗിച്ചതിൻ്റെ റിവ്യൂ, നെറ്റ് സ്പീഡിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രോഡ്ബാൻഡുകൾ നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അതായത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പൊട്ടയാണെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ ഇല്ല. പിന്നെ നിങ്ങളുടെ സംശയങ്ങളോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളിയുണ്ടെന്ന് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.